തൃശൂർ പുലക്കാട്ടുകരയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണം. പുലക്കാട്ടുകര സ്വദേശി വിനുവിനെ വീട്ടിൽ കയറി പിടിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പുഴയോരത്തെ മദ്യപാനം ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. 15 സംഘമാണ് അക്രമം നടത്തിയത്. ഇന്നലെ വൈകിട്ടൊരു 7 മണി നേരത്ത് ഞാനും എൻ്റെ മോളും കൂടി പുഴയിൽ കുളിക്കാൻ പോയതാണ്. കുളിക്കാൻ പോകുന്ന നേരത്ത് അവിടെ ഒരു 15ഓളം തന്നെ ആൾക്കാർ മദ്യപാനം കഞ്ചാവ് വലിയും. ഞാൻ പറഞ്ഞവരടുത്ത് നിങ്ങൾ ഇവിടുന്ന് ക്രാവ് കുളിക്കാണ്ട് പെൺപിള്ളേരെ പെണ്ണുങ്ങൾ കുളിക്കാൻ വരണ്ട, ഇവിടെ ചെയ്യല്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആരെ ചോദിക്കാമെന്ന് ചോദിച്ചു. തല്ലാൻ വന്നു. ഞാൻ അങ്ങോട്ട് തിരിച്ചു തല്ലല്ല ചെയ്ത തള്ളൽ കഴിഞ്ഞ് അതിനെ പിടിച്ച് മറിണ്ട് പോയി. ഞാൻ മോളും കുളിച്ച് വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നേരത്തെ എൻ്റെ മോള് പുറത്ത് വെക്കുകയാണ്. ഒരു 5-6 പിള്ളേർ വന്ന് ഫസ്റ്റ് ചേച്ചീൻ്റെ മകനെ തല്ലി. അത് കഴിഞ്ഞ് മോളുടെ കയ്യുമ്മ തല്ലി കഴിഞ്ഞിട്ട് മോളുടെ കഴുത്തിൽ ഒരു മാലിണ്ടായിരുന്നു, 3.5 ഗ്രാമിനൊരു മാല. ആ മാല വലിച്ചു പൊട്ടിച്ചു. ചേട്ടൻ്റെ മോളുടെ കഴുത്തിൽ ഒരു മാലുണ്ടായിരുന്നു. ആ മാലിച്ച വലിച്ചു പൊടിച്ച് ഓടി പുലക്കാടുകര SNDP ഹാളിന് ഫ്രണ്ട് വശത്ത്. ഇപ്പോൾ ഇവർ എല്ലാവരും ഇവിടുന്ന് പോയി 5-6 ആളെന്നുള്ളത് അവിടുത്തെ ഇപ്പോൾ 15ഓളം ആളായി. ഇവിടെ തന്നെ തല്ലാന്ന് പറഞ്ഞാൽ വെറും തല്ലല്ലേ, പട്ടികൾ തല്ലി പോലെ നിനക്കറിയില്ലേ, അത് തന്നെ അക്രമമായിട്ട് തല്ലിയ. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് ഇത്ര ക്രൂരമായി മർദ്ദിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയും കുറെയൊക്കെ. ആരൊക്കെയാണ് ഈ മർദ്ദനത്തിൽ പങ്കെടുത്തത്? പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഫിജി പുലക്കാട്ടുകര സ്വദേശി ഓംപുള്ളി വീട്ടിൽ 35 വയസ്സുള്ള ബിനുവിനാണ് ഇത്തരത്തിലൊരു ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. 16ഓളം വരുന്ന സംഘമാണ് ബിനുവിനെ റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു ഈ സംഭവങ്ങൾക്ക് ആധാരമായ കാര്യമുണ്ടാകുന്നത്. മണലി പുഴയുടെ കടവിൽ ബിനുവിന്റെ മകളും കൂടി കുളിക്കാൻ എത്തിയതായിരുന്നു വൈകിട്ട് 7 മണിയോടെ. ഈ സമയത്ത് പ്രദേശത്തെ ഉത്സവത്തിന് ബന്ധുവീട്ടിലേക്ക് എത്തിയ ഒരു സംഘം ഈ പുഴയോരത്ത് മദ്യവും മറ്റു ലഹരികളും ഉപയോഗിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ബിനു പറയുന്നത്. ഈ കുളക്കടവിൽ പരസ്യമായി ഈ ലഹരി ഉപയോഗിക്കുന്നത് ബിനു ചോദ്യം ചെയ്തു. ഇതേ തുടർന്ന് അവിടെ വെച്ച് തന്നെ ഈ സംഘവും ബിനുവും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടായി. ഇതിനുശേഷം ബിനു വീട്ടിലേക്ക് മകളെയും കൂട്ടി തിരികെ വീട്ടിലേക്ക് മടങ്ങി. ഈ സംഭവം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് ഈ സംഘം രാത്രിയിൽ ബിനുവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. വീട്ടിലെത്തിയ സംഘം മുറ്റത്ത് നിന്നിരുന്ന ബിനുവിന്റെ മകളെയും അതുപോലെ തന്നെ സഹോദരിയുടെ മകളെയും ആദ്യഘട്ടത്തിൽ മർദ്ദിച്ചു. തുടർന്ന് ഇരുവരുടെയും കഴുത്തിലുണ്ടായിരുന്ന 1/2 പവന്റെ വീതം തൂക്കമുള്ള സ്വർണമാലകളും പൊട്ടിച്ചെടുത്ത് ഇവർ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് ബിനു വീടിനകത്തായിരുന്നു. ബിനു ഈ ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇവർ തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് ഓടി. പിന്നാലെ ബിനുവും ഓടി. ഈ ജംഗ്ഷനിലെത്തിയപ്പോൾ ഈ സംഘത്തിന്റെ ബാക്കിയുള്ളവരും ഈ ജംഗ്ഷനിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് ബിനുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ ബിനുവിന്റെ ബോധം നഷ്ടപ്പെട്ടു നിലത്ത് വീണു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലും ഇവർ മർദ്ദനം നിർത്തിയില്ല. ഷൂ ഇട്ട കാലുകൊണ്ട് ഇവർ സംഘം ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ഷൂസ് ധരിച്ച കാലുകൊണ്ട് ബിനുവിന്റെ തലയിലും പുറത്തുമെല്ലാം ക്രൂരമായി നിഷ്കരുണം ചവിട്ടുന്നതും മർദ്ദിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മാത്രമല്ല ബിനു പറയുന്നത് കരിങ്കല്ല് ഉപയോഗിച്ച് ബിനുവിന്റെ കണ്ണിൽ കുത്തിയെന്നും അതുപോലെ തലയ്ക്ക് പുറകിൽ പല സ്ഥലങ്ങളിലായി ഇടിച്ച് പരിക്കേൽപ്പിച്ചതായും ബിനു പറഞ്ഞു. ഇത്തരത്തിൽ ക്രൂര മർദ്ദനമാണ് ഈ ലഹരി സംഘം ബിനുവിന് നേരെ, ആ ബിനുവിന്റെ വീട്ടിലുള്ള ബിനുവിന്റെ മകൾക്ക് നേരെയും സഹോദരിയുടെ മകൾക്ക് നേരെയും ഉൾപ്പെടെ അഴിച്ചുവിട്ടത്. തുടർന്ന് ബോധരഹിതനായി ഈ കിടക്കുന്ന ബിനുവിനെ മർദ്ദിക്കുന്നത് കണ്ട നാട്ടുകാർ ഓടിയെത്തുന്നതിന് മുൻപ് ഈ ലഹരി സംഘം അവിടെ നിന്നും ബൈക്കിലും മറ്റുമായി കടന്നു കളയും. ഈ ദൃശ്യങ്ങൾ വരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും സാരമായ പരിക്കേറ്റ ബിനുവിനെ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മുളങ്ങത്തുകാലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ബിനു പറയുന്നത് ഈ പ്രദേശത്ത് ഈ പുറമേ നിന്നും എത്തുന്ന കഞ്ചാവ് ലഹരി സംഘങ്ങളുടെ സ്ഥിരം കാഴ്ചയാണ് ഈ പുതുക്കാട് മണലി പുഴയോരത്ത് ഈ കാണുന്നത്. ഇവർ സംഘം ചേർന്നിരുന്നു ഇവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം മദ്യപിക്കുന്ന ഒരു കാഴ്ച സ്ഥിരം പതിവാണെന്നാണ്. എന്തായാലും സംഭവത്തിൽ ബിനുവിന്റെ പരാതിയിൽ ഇപ്പോൾ പുതുക്കാട്
പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുതുക്കാട് പോലീസ് ഊർജിതമാക്കി. അനീഷ് ആന്റണി തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.